നമുക്കിപ്പോൾ ഓരോ ദിവസവും പത്രം തുറന്നാലും ടി വി തുറന്നാലൊക്കെ കാണാൻ പറ്റുന്ന കുറേ അവിഹിത കഥകൾ. പക്ഷെ ഒരുപക്ഷെ അവിഹിത കഥകൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ജീവിതങ്ങൾ അതിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. ഈ രണ്ടുപേർ മാത്രമല്ല, അവർക്ക് ഫാമിലികളുണ്ടാവും, കുടുംബം ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സംഭവം ഇപ്പോൾ ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതെ, അതായത് രണ്ടുപേരുടെ ഒരു സ്വാർത്ഥ താല്പര്യം, താൽക്കാലിക സുഖം അതൊരു കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഒരാളിപ്പോൾ പോലീസ് പിടിയിലുമാവും. അതായത് ഈ രണ്ടുപേരും വിവാഹിതരാണ്, കുട്ടികളുണ്ട്. എന്നിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. സംഭവം നടക്കുന്നത് ഹരിയാനയിലാണ്, കേരളത്തിലല്ല. അങ്ങനെ ഒരു സമാധാനം. സംഭവം നടക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിലെ പാനിപ്പത്ത്. അവിടെ കൃത്യം പറഞ്ഞാൽ പാനിപ്പത്തിലെ അഹാർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം. അവിടെ ഒരു സിമി എന്നറിയപ്പെടുന്ന ശീതൾ ചൗധരി ഒരു മോഡലാണ്. ഈ സംഗീത ആൽബങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയും കൂടിയാണ്. ഇപ്പോൾ ഇവർ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10:30 ഇവിടെ എത്തുന്നു. ഈ അഹാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. ഇപ്പോൾ ഇവരെ അവിടെ സ്വീകരിക്കാനായിട്ട് സുനിൽ എന്ന പേരുള്ള ഇവരുടെ കാമുകൻ ഉണ്ട്. ഈ സുനിൽ എന്ന് പറയുന്നയാൾ വിവാഹിതനാണ്. അയാൾക്ക് 2 കുട്ടികളുമുണ്ട്. ഈ ശീതൾ എന്ന് പറയുന്നവരും വിവാഹിതയാണ്. അവർക്ക് 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. അപ്പോൾ ഇവർ ഈ അഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നത് ഇവർക്ക് അവിടെ ഒരു ഗാന ചിത്രീകരണമുണ്ട് അടുത്ത ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ശീതൾ ചൗധരി അവിടെ എത്തിയത്. അപ്പോൾ ഇവരെത്തിയപ്പോൾ രാത്രി 10:30 സ്വന്തം ഭാര്യേനെയും കുഞ്ഞുങ്ങളെയും അവിടെ വീട്ടിലാക്കിയിട്ട് രാത്രി 10:30 ഇവരെ പിക്ക് ചെയ്യാനായിട്ട് സുനിൽ അങ്ങോട്ട് ചെന്നു. സ്വന്തം കാർ എടുത്തുകൊണ്ടാണ് ചെന്നത്. അപ്പോൾ ഇവർ കാറിലിരുന്ന് കുറച്ച് മദ്യപിക്കലും പിന്നെ എന്തൊക്കെയോ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി 10:30 ശേഷം ഒരു 1:30 അതായത് പുലർച്ചെ 1:30 ഈ ശീതളിൻ്റെ സഹോദരിയെ വിളിച്ചു. നേഹ എന്നാണ് സഹോദരിയുടെ പേര്. സഹോദരിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ സുനിൽ മർദ്ദിച്ചു. പിന്നീട് ഈ നേഹ ശീതളിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. തൊട്ടടുത്ത ദിവസം ഈ സുനിൽ ഒരു ആശുപത്രിയിൽ, ഈ പാനിപ്പത്തിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. അഡ്മിറ്റായിട്ട് അന്ന് അവരോട് പറഞ്ഞത് അയാളുടെ കാറ് അപകടത്തിൽപ്പെട്ടു. ഒരു കനാലുണ്ടായിരുന്നു. ആ കനാലിലേക്ക് തൻ്റെ കാറ് മറിഞ്ഞു. തനിക്ക് അങ്ങനെ പരിക്ക് പറ്റി എന്നുള്ളതാണ് ഇയാൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. അങ്ങനെ അയാൾ അവിടെ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഈ ശനിയാഴ്ച ഈ സംഭവമെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന ശീതളിൻ്റെ സഹോദരി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. അതായത് ഇങ്ങനെ സുനിൽ എന്ന് പറയുന്നയാൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒരു വിവരവുമില്ല, ആളെ കാണാനില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സഹോദരി പരാതിപ്പെട്ടു. പോലീസ് അന്വേഷണം തുടങ്ങി. അപ്പോഴും ശീതൾ എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. ഏതായാലും ശനിയാഴ്ച ആ പാതിരാത്രി ആ സംഭവത്തിന് ശേഷം തിങ്കളാഴ്ച ഖാർഖോഡ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ശീതളിൻ്റെ മൃതദേഹം കിട്ടുന്നു. അതായത് ഈ പാനിപ്പത്തിൽ നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ ഈ കനാലിലൂടെ ഈ മൃതദേഹം ഒഴുകി വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സംഭവം ഇങ്ങനെയാണ്. പോലീസ് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ ഈ കാറിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട്. വാക്കുതർക്കം പിന്നെ കയ്യാങ്കളിയിലേക്ക് വഴിമാറുന്നു. അതിനിടയിൽ കയ്യാങ്കളിക്ക് ശേഷം സുനിൽ ഈ പറയുന്ന ശീതളിനെ, സിമി എന്ന് അറിയപ്പെടുന്ന ശീതളിനെ ഏതോ ഒരു ആയുധം വെച്ച് ആക്രമിക്കുന്നു. ഇവരുടെ നെഞ്ചത്തും കഴുത്തിനുമൊക്കെ മുറിവുണ്ട്. ഈ കണ്ടുകിട്ടിയ മൃതദേഹത്തിലും മുറിവുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ പറയുന്ന സിമിയുടെ കയ്യിൽ ടാറ്റു ഉണ്ടായിരുന്നു, പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. നെഞ്ചിലും പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൃതദേഹം തിരിച്ചറിഞ്ഞത് ഈ പറയുന്ന ശീതളിൻ്റെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞു. അങ്ങനെ പോലീസ് ഈ പറയുന്ന സുനിലിനെ ട്രാപ്പ് ചെയ്തു. അപ്പോൾ സുനിൽ അവസാനം കുറ്റസമ്മതം നടത്തി. അപ്പോൾ ഈ സംഭവം നടന്നത് എങ്ങനെയാണെന്ന് സുനിൽ പിന്നീട് വിശദീകരിച്ചു. അതായത് ഇവർ തമ്മിൽ ഈ കാറിൽ വെച്ച് സംഭാഷണം, ഒച്ചപ്പാടായി, അടിപിടിയായി. ഇതിനുശേഷം ഈ ശീതളിനെ ഇയാൾ കുത്തി. എന്തായുധം വെച്ചിട്ടുള്ളതാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. അപ്പോൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഇയാൾ ഈ ശീതളിനെയും കാറിനെയും ഈ കനാലിൽ ഉപേക്ഷിച്ചു. ഈ കാറ് പോലീസ് കണ്ടെടുത്തിരുന്നു. അതായത് ഇയാൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ, ഈ അപകടം പറ്റി എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പാനിപ്പത്തിൽ വെച്ച് തന്നെ ഈ കാറ് അത് വെള്ളത്തിൽ ഒഴുകിപ്പോയില്ല, കാറ് കണ്ടെടുത്തു. പക്ഷേ ഈ ശീതൾ അപ്പോഴും മിസ്സിംഗ് ആണ്.
പക്ഷേ ശീതളിൻ്റെ മൃതദേഹം കിട്ടിയപ്പോൾ പോലീസിന് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയതിനെക്കുറിച്ച്. അവസാനം ഇയാൾ കുറ്റസമ്മതം നടത്തി. ഇനി ഇതിൻ്റെ പിന്നിൽ ഒരു സംഭവം കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും വെറും സുഹൃത്തുക്കൾ മാത്രമല്ല, വെറും കമിതാക്കൾ മാത്രമല്ല, ഇവർക്ക് തമ്മിൽ 6 വർഷത്തെ ഗാഢമായ ബന്ധമുണ്ട്. 6 വർഷത്തെ ബന്ധം. അതിനിടയിൽ ശീതൾ 5 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയാവുന്നു. ഇയാൾക്കും 2 കുട്ടികളൊക്കെ ഉണ്ട്. ഇയാളും ഭാര്യാസമേതം ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ തമ്മിൽ 6 വർഷത്തെ ബന്ധമുണ്ട്. ഇയാൾക്ക് കർണാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ഈ പറയുന്ന സുനിലിന്. ആ ഹോട്ടലിലെ ജീവനക്കാരിയായിരുന്നു ഈ പറയുന്ന ശീതൾ. ഇതിന് ശേഷമാണ് ഇവർ ഈ മോഡലിങ്ങും അഭിനയ രംഗത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നു, പ്രണയബദ്ധരാകുന്നു. എന്നിട്ട് സുനിൽ അപ്പോൾ ഈ ശീതളിനോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു. അപ്പോൾ വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും ശീതൾ ബുദ്ധിമതി ആയതുകൊണ്ട്, ഇയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ വിവാഹാഭ്യർത്ഥന അനുവദിച്ചു കൊടുത്തില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള അഗാഢമായ ബന്ധം തുടർന്നു. ശീതൾ വേറെ വിവാഹം കഴിച്ചു, 5 മാസം പ്രായമുള്ള ഒരു കുട്ടിയൊക്കെയായി. എന്നിട്ടും ബന്ധം തുടർന്നു. അവസാനം വീണ്ടും ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രാത്രിയിൽ ഒരാളുടെ ജീവൻ ഇല്ലാണ്ടാകുന്നു, ഒരാൾ കേസിൽപ്പെട്ട് അഴിക്കുള്ളിലും ആകും. ഏതായാലും ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു വിവാഹബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അനുവദിച്ചു കൊടുക്കുന്നൊരു സംഗതിയല്ല, ധാർമ്മികമായും ശരിയല്ല. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ ബന്ധം ഉപേക്ഷിച്ചിട്ട് നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ട് ഇങ്ങനൊരു രീതി തിരഞ്ഞെടുത്താൽ നമുക്ക് അത് അനുവദിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരാളുടെ വിശ്വാസത്തെ തകർക്കുകയും എന്ന് വെച്ചാൽ ഒരാളെ വിശ്വസിച്ച് ഭാര്യ എന്ന രീതിയിൽ കൂട്ടുകയും രഹസ്യമായി മറ്റൊരാളെ ഭാര്യയായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നൊരു പരിപാടിയാണ് സുനിൽ ചെയ്തത്. എന്നാൽ ഈ പറഞ്ഞ ശീതളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ രഹസ്യമായി മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുന്ന, അവസാനം അത്രയും 6 വർഷത്തെ അടുപ്പം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലും അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു, കയ്യാങ്കളിയാകുന്നു, ഒരാളുടെ കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഏതായാലും ഒരാളുടെ ജീവൻ നഷ്ടമായി, വിലപ്പെട്ടൊരു ജീവൻ. നിയമ നടപടികളൊക്കെ എവിടെ വരെ ആയി എന്നതിനെക്കുറിച്ച് വ്യക്തതയുണ്ടോ? അതായത് സുനിലിൻ്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരാൾ മാത്രം, ഗൂഢാലോചന ഇല്ല. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള വാക്ക് തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കേസ് വരിക. ഇനി സുനില് കാരണം എന്താന്നുള്ളത് സുനിൽ മൊഴി കൊടുത്തിട്ടില്ല. എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴും ഇനി സുനില് നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പോലീസ് അന്വേഷണത്തിൽ. കാര്യം ഈ ശീതളിനെ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ അയാൾ കുടുംബമായിട്ട് കഴിയുകയാണ്, ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. കുടുംബമായിട്ട് കഴിയുന്ന ഒരാൾ ഇനി ശീതൾ ഒരു ബാധ്യതയാവും, അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണോ നമുക്കറിയില്ല. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതായാലും സുനിൽ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സുനിൽ ആശുപത്രിയിൽ തന്നെയാണ്. ഏതായാലും നിയമ നടപടികൾ തുടരുന്നുണ്ട്.